തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആവേശത്തിലേക്ക് നീങ്ങുകയാണ്. എവിടെ വരെ എത്തി പ്രചരണം? ഇപ്പോൾ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആദ്യ ദിവസം തന്നെ ഒരു റോഡ് ഷോ നടത്തിയിരുന്നു. ഏറ്റുമാനൂരിൽ നിന്ന് ആരംഭിച്ച് കുമരകത്താണ് അത് പര്യവസാനിച്ചത്. നൂറുകണക്കിന് മോട്ടോർ ബൈക്കുകളും മറ്റു വാഹനങ്ങളും എല്ലാം ചേർന്ന് ആയിരക്കണക്കിന് ആളുകളെ അഭിവാദ്യം ചെയ്യാൻ കഴിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു എങ്ങും എവിടെയും കാണാൻ കഴിഞ്ഞത്. ആബാലവൃദ്ധം ജനങ്ങൾ ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടി നാട്ടിൻ പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം ഓടിയെത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു വലിയ അനുഭവമായിരുന്നു. അത് ആവേശമായിരുന്നു, ഏറെ അഭിമാനകരമായിരുന്നു, ആഹ്ലാദകരമായിരുന്നു. തുടർന്ന് ഞങ്ങൾ രണ്ടാമത് തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകാൻ വേണ്ടിയുള്ള നിയോജകമണ്ഡലം കൺവെൻഷനാണ്. അതിന്ന് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നപ്പോൾ ആ ഓഡിറ്റോറിയം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി വന്ന ജനങ്ങളെ, ഒരുപക്ഷെ ഒരു 3 ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുന്നുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്നു. റോഡും പരിസരവും എല്ലാം തിങ്ങി നിറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ആളുകളാണ് കൺവെൻഷനിൽ എത്തിച്ചേർന്നത്. അപ്പോൾ അത് പൊതുവിൽ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരും വളരെ ആവേശഭരിതരായിരിക്കുന്നു എന്നാണ് ആ കൺവെൻഷൻ്റെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ജനപങ്കാളിത്തോടുള്ള വിജയം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 2-3 ദിവസങ്ങളിലായി മുഴുവൻ പഞ്ചായത്ത് കൺവെൻഷനുകളും ചേരും. തുടർന്ന് 1-2 ദിവസങ്ങളിലായി മുഴുവൻ ബൂത്ത് കൺവെൻഷനും ചേരുന്നു. 177 ബൂത്തുകളാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിലുള്ളത്. ആ മുഴുവൻ ബൂത്ത് കൺവെൻഷനിലും ചേരാനുള്ള പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. കാലേകൂട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ ഇവിടുത്തെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള നേതാക്കന്മാരെല്ലാം തന്നെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. നല്ല കോർഡിനേഷനാണ് ഇവിടെ ഉള്ളത്. എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാരും ഇവിടെ വന്നു. അവരെല്ലാം അകവഴിഞ്ഞ് ഒരു സേവന സന്നദ്ധതയോടെ, ത്യാഗമനോഭാവത്തോടെ ഇതിൻ്റെ പ്രവർത്തനം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കൺവെൻഷൻ്റെ വിജയം കാണിക്കുന്നത്. തുടർന്നുള്ള പ്രവർത്തനം ആ രൂപത്തിൽ പോകുന്നത്. അതുകൊണ്ട് 1-2 ദിവസം കൊണ്ട് ചുവരെഴുത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്ററുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2ാം റൗണ്ട് പോസ്റ്ററുകൾ ഇപ്പോൾ നാളെ ഇറങ്ങും. അതോടൊപ്പം തന്നെ ബോർഡുകൾ എല്ലാ ബൂത്തുകളിലും എത്തിക്കഴിഞ്ഞു. തുടർന്ന് ബാക്കി പ്രചരണങ്ങളിലേക്ക് വരേണ്ട രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ തന്നെ രൂപം കൊടുത്ത് ഓരോ കമ്മിറ്റികളും അവരുടെ സവിശേഷങ്ങളായ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ ജനങ്ങളോട് പറഞ്ഞിരുന്നത്, പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിനോടൊപ്പം പറയാത്ത എല്ലാ കാര്യങ്ങൾ കൂടി നടപ്പാക്കിയ ഒരു മണ്ഡലമാണ് ഏറ്റുമാനൂർ മണ്ഡലം. അത് പറയൽ മാത്രമല്ല, ആദ്യം ശില്പശാല, പിന്നെ റിവ്യൂ, അതിനുശേഷം പ്രോഗ്രസ് റിപ്പോർട്ട്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു നിയോജകമണ്ഡലത്തിലും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി QR കോഡ് സ്കാൻ ചെയ്താൽ മുഴുവൻ വീട്ടിലിരിക്കുന്ന ആളുകൾക്കും ഫോണിൽ കാണാൻ കഴിയുന്ന സൗകര്യം ഉറപ്പാക്കിയ പ്രവർത്തനം സംഘടിപ്പിച്ച് ഞങ്ങൾ ഇവിടെയാണ്. അത് പറയുമ്പോഴും ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വായിച്ചാലും തീരത്തില്ലാത്ത വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റുമാനൂർ മണ്ഡലം നടപ്പാക്കിയതാണ് പൊതുജനം പറയുന്നത്. അതെ, അതുതന്നെയാണ്. വായിച്ചാലും തീരാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു. അത് ഞങ്ങൾ പറഞ്ഞതിനപ്പുറം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിത് വെറുതെ പറയുക മാത്രമല്ല, ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ജനപ്രതികൾ ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ എല്ലാ പ്രശ്നങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഒരു സ്ഥലത്തും വരാത്ത രൂപത്തിലേക്ക് ചെയ്ത കാര്യങ്ങൾ എണ്ണി ചോദിക്കുന്നവർ തന്നെ ഇങ്ങോട്ട് പറയുന്നൊരു സാഹചര്യം സംജാതമാക്കി എന്നുള്ള അഭിമാനകരമായ ഒരു സാഹചര്യവും സംതൃപ്തിയോടും കൂടിയാണ് വീണ്ടും വോട്ടർമാരെ സമീപിക്കുന്നത്. ജനങ്ങൾ എന്നിലർപ്പിച്ച സ്നേഹവും വിശ്വാസവും പൂർണ്ണമായി കാത്തുസൂക്ഷിച്ചു. ഒപ്പം ഈ നാടിൻ്റെ നാനാതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ കീഴിൽ കേരളം കൈവരിച്ച സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗവും കോട്ടയം ജില്ലയിലും ഒപ്പം വിശിഷ്യ ഏറ്റുമാനൂർ മണ്ഡലത്തിലും നടപ്പാക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളെല്ലാം സമീപിക്കുന്നത്. അത് എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 4100 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ 4.5 വർഷക്കാലം കൊണ്ട് ചെയ്തു തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇതിൽ പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരാൻ മുഖ്യമന്ത്രി കൂടി എത്തുകയാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്? 25-ാം തീയതി കോട്ടയം ജില്ലയിൽ മുഖ്യമന്ത്രിക്ക് 4 പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 25-ാം തീയതി രാവിലെ പൂഞ്ഞാർ മണ്ഡലത്തിലെ മുണ്ടക്കയത്തും, 2ാമത് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലും, 3ാമത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 5 മണിക്കും 6 മണിക്ക് പാലാ നിയോജകമണ്ഡലത്തിലുമാണ് ഇപ്പോൾ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ആ പരിപാടി എത്തുന്നതോടുകൂടി കുറേ കൂടി ബഹുജനങ്ങളിൽ വമ്പിച്ച ആവേശം ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം തന്നെ പരിപാടിയിട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റും ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള നേതാക്കന്മാരും ഈ കാലഘട്ടത്തിൽ ഈ മണ്ഡലത്തിൽ വന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ആ നിലയിൽ മുന്നണി കെട്ടുറപ്പോടെ, വൈകാരികമായ യോജിപ്പോടെ
ചിട്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു പൊതുസ്ഥിതിയാണ് ഈ ജില്ലയിലെങ്ങും എവിടെയുമുള്ളത്. ഒരു തർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ അസംതൃപ്തിയോ അസഹിഷ്ണുതയോ ഒന്നും ഈ ജില്ലയിലില്ല. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനം. കെട്ടുറപ്പോടെ സംഘടനാ രാഷ്ട്രീയ നേതൃത്വം ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി കൂടി ജില്ലയിൽ എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം കൂടുതൽ ആവേശകരമാകുമെന്നാണ് വി എൻ വാസവൻ വ്യക്തമാക്കുന്നത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.